പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് ആളായി. അവരുടെ ഇത് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, യുവർ ഡാറ്റ സ്റ്റേ സേഫ് ഇൻ ഇന്ത്യ എന്നാണ് അവരുടെ ടാഗ് ലൈൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാഗ് ലൈൻ മാത്രമേ ഉള്ളൂ. ഫോൺ ശരിക്കും ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ മിസ്റ്റർ ഹൂസ് ബോസ് നല്ലൊരു വെടിക്കെട്ട് 41 മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 41 മിനിറ്റ് ലോങ് ആണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ, എൻ്റെ പേര് സായികൃഷ്ണ, അല്ലെങ്കിൽ ടെക്സൈൻ, എനിക്കൊരു ബ്രാൻഡ് വെച്ച് ഒരു സ്മാർട്ട് ഫോൺ ഇറക്കണമെങ്കിൽ ചൈനയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്പെക്സ്, ഫോർ എക്സാമ്പിൾ 12 GB റാം വേണം, 16 GB റാം വേണം, ഇത്രയും GP അത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫോൺ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേരിൽ ഇറക്കി തരും. ആ പരിപാടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിൽ. കാരണം ആ ഫോണിൽ ചൈനീസ് ആപ്സ് ഉണ്ട്, ബ്ലോഡ് ബേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളി നല്ല തള്ളി ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടവരുടെയൊക്കെ വീഡിയോ അടിച്ചും കളഞ്ഞ്, കോപ്പിറൈറ്റ് അടിച്ചും കളഞ്ഞ് അവർക്കൊക്കെ കേസും പോയിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതാണ് ഒരു ചെറുതായിട്ട് പറയാനുള്ളത്. സംഭവം ഇത്രേ ഉള്ളൂ. ചൈനയാണ് സാധനം. ഇവിടെ കൊണ്ട് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു 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 സംഭവം ഇല്ല ഇതിൻ്റെ അകത്ത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇല്ല, ഒന്നുമില്ല ആ ഫോണിൽ. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പുള്ളി നല്ല വെടിക്കെട്ട് വീഡിയോ ഇട്ടുണ്ട്, പോയി കണ്ടു നോക്ക്. സൂപ്പർ സാധനം.